പുതുവർഷാരംഭം മുതൽ സ്വിറ്റ്സർലൻഡിൽ ബുർഖ പോലുള്ള മുഖം മുഴുവനായി മൂടുന്ന വസ്ത്രങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി എന്ന വാർത്ത ലോകമാകെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ബുർഖ പോലുള്ള വസ്ത്രങ്ങൾ കൂടുതലായി ധരിക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ് എന്നതിനാൽ നിയമം ഇസ്ലാം വിരുദ്ധം എന്ന തരത്തിലുള്ള ചർച്ചകൾ ഒരിടത്തും, ഇതിൽ മതം കാണേണ്ടതില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ മറുവശത്തും നടക്കുന്നുണ്ട്. മുഖം മൂടുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ 94,651 രൂപയാണ് പിഴയായി ഈടാക്കുക. ഈ നിയമത്തിൽ പറയുന്നത് എന്താണ്? പൊതുവിടങ്ങളിൽ വ്യക്തികൾ മൂക്ക്, വായ, കണ്ണുകൾ മുതലായവ മറയുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതാണ് നിയമം വിലക്കിയിരിക്കുന്നത്. ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കായി മാസ്കുകളും മറ്റും ധരിക്കുന്നത് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആരാധനാലയങ്ങളിൽ ആചാരത്തിന്റെ ഭാഗമായോ സിനിമ, സീരിയൽ, പരസ്യ ഷൂട്ടുകളിലെ പെർഫോമൻസുകളിലോ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ്. സുരക്ഷാ കാരണങ്ങളാലും സ്വകാര്യത സംരക്ഷിക്കാനും മുഖം മറയ്ക്കുന്ന വസ്ത്രം ധരിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് അനുവാദം നൽകാവുന്നതാണ് എന്നും നിയമത്തിൽ പറയുന്നു. ഈ നിയമം പാസ്സായത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇത്തരമൊരു ആവശ്യം ആദ്യമായി മുന്നോട്ട് വച്ചത് രാജ്യത്തെ വലതുപക്ഷ പാർട്ടിയായ SVP ആണ്. തീവ്രവാദത്തെ അകറ്റി നിർത്തൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വച്ചത്. എന്നാൽ പൗരന്മാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, എന്ത് ധരിക്കണമെന്ന് സർക്കാരിന് നിഷ്കർഷിക്കാനാകില്ല എന്നാണ് അന്ന് സ്വിസ് സർക്കാർ പറഞ്ഞിരുന്നത്. പിന്നീട് 2023 സെപ്റ്റംബറിലാണ് സ്വിസ് പാർലമെന്റ് ഈ നിയമം പാസാക്കിയത്. 2024 നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചു എങ്കിലും 2025 ജനുവരി 1 ഈ നിയമം ഫലത്തിൽ വന്നിരിക്കുന്നത്.